വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, നല്ല മൂഡിലാ. അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. ഞങ്ങള് രണോങ്ങിലേക്ക് പോവാണ്. നമ്മൾ പിന്നെ എവിടെ പോയാലും കുക്കിംഗ് ചെയ്യും, പിന്നെ ഏത് വീട്ടിൽ പോയാലും ആ വീട് പിന്നെ നമ്മൾ. അപ്പോൾ ഉണ്ണിയുടെ വീട്ടിലാണ് വന്നത്. അപ്പം ഞാനും ഉണ്ണിയും കേങ്ങും ഉണ്ട് ഇവിടെ. ഞങ്ങൾ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കാണാൻ വാ. ഇതാണ് ഉണ്ണി. ഉണ്ണി നമ്മളുടെ വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉണ്ണിയുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് നമ്മുടെ കോപ്പില്ലേ, ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കോപ്പ് ഉണ്ണിയുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. ഇതാണ് ഉണ്ണി. ഉണ്ണി നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഉണ്ണിയുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്രണ്ടാണ്, കുറേ വർഷമായിട്ടുള്ള ഫ്രണ്ടാണ്. ഇതാണ് ഉണ്ണിയുടെ ഫാം ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ താമസിക്കാനുള്ള ഒരു ചെറിയ വീട്. ഇവരും കൊസാമയിൽ നിന്നുള്ളതാണ്. ഇവരൊക്കെ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉണ്ണിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അവർക്ക് വേറെ ഫാമുണ്ട്, വേറെ 3 ഫാമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ണിയുടെ ഫാമിൻ്റെ സെറ്റപ്പാണ്. കൊറോണയ്ക്ക് മുമ്പാണ് ഇവിടെ കോഫിയും ഉണ്ട് കേട്ടോ. ഇവർ കോഫിയും പരീക്ഷിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇപ്പോൾ 2 വലിയ മീനിനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി. ഇത് കൂടാണ്ട് നമ്മളൊരു നാടൻ കറിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഫിഷ് ചുട്ടു വന്നപ്പോൾ ഇതാ ഇങ്ങനെയായി. ആഹാ, നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിൽ മസാലയൊന്നും ഇടാണ്ടാണ് കേട്ടോ ചുടുന്നത്, വെറുതെ ഉപ്പ് മാത്രം പെരക്കിയിട്ട്. നല്ല ഹെൽത്തി ഫിഷായത്. ഇങ്ങനെ കഴിക്കണം ഫിഷ്, നല്ല സൂപ്പറായിരിക്കും. ഇവിടെ മുറ്റത്താണ് ഞങ്ങൾ ബാർബക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതാ കാങ് ഗ്രീൻ ലീവ്സ്, എന്താണ് പരിപാടി എന്നറിയില്ല, ഇതുകൊണ്ട് എന്തോ ചെയ്യുമായിരിക്കും. നല്ല ഭംഗിയുണ്ടെന്നാണ് പറയുന്നത്. ശരി തന്നെയാ, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാനിവിടെ ഫ്രഷ് അയില ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇത് മുളകിട്ടിട്ട് ഇതും ചോറും. ആഹാ, കുറച്ച് ചെറിയ ഉള്ളിയും പുളീൻ്റെ വെള്ളവും ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്ക് ചെയ്യും ഇപ്പോൾ. എന്താ പറയാ, നമ്മളെ മീൻ ചുട്ടതും, ആഹാ, നമ്മുടെ മീൻ മുളകിട്ടതും, പിന്നെ പച്ചക്കറി വെജിറ്റബിളും. വില്ലേജ് ലൈഫ് അതൊരു വേറെ തന്നെ സംഭവമാണ്. കാങ്ങത അവിടെ പണി തുടങ്ങി. ഇത് കംപ്ലീറ്റ് ഇന്ന് തീർക്കും. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇത് മൊത്തം ഇന്ന് തീരും. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വയറ് നിറഞ്ഞപ്പോൾ ഉണ്ണി പാട്ട് പാടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതൊന്നും ദഹിച്ചു കിട്ടണ്ടേ, കാരണം 3-3.5 കിലോ മീനകത്ത് കഴിച്ചത് 4 പേര്. അപ്പോൾ അവൾ പാട്ട് പാടുകയാണ്. നമുക്കൊന്ന് നോക്കാം അല്ലേ, കണ്ടു നോക്കാം അവളുടെ പാട്ട് എങ്ങനെയാണ്. จงภูมิใจเถิดที่เกิดเป็นไทยมีเป็นทาสใครชาติไทยไม่เคยห่วงห้ามข้ามเขตข้ามของที่น้ำคุณมาพึ่งใบบุญเมืองสยามเรายิ้มรับตามที่ท่านต้องการเรื่องชื่อหรือนามสยามมีแต่น้ำใจขอเชิญท่านผู้อาศัยอย่าทำอะไรให้ไทยร้าวรานคนไทยใจซื่อเขาถือแต่โบราณกาลแค่เพียงเข้าสุกหนึ่งจานใครลืมคุณท่านนั้นเนรคุณภูมิใจเถิดที่เกิดเป็นไทยมีเป็นทาสไกลชาติไทยไม่เคยห่วงห้ามข
ข้ามเขตข้ามของที่น้ำคุณมาพึ่งใบบุญเมืองสยามเรายิ้มรับตามที่ท่านต้องการเรื่องชื่อหรือนามสยามมีแต่น้ำใจขอเชิญท่านผู้อาศัยอย่าส่งอะไรให้ไทยร้าวรานคนไทยใจซื่อก็คือแต่โบราณกาลแค่เพียงข้าวสุกหนึ่งจานให้ลืมคุณท่านนั้นเนรคุณคนไทยรักชาติและศาสนาเทิดองค์เจ้าฟ้าผู้ทรงเปี่ยมเนื้อนาบุญหากท่านเคารพสิทธิของไทยท่านอยู่ต่อได้อีกนานตุนสยามใจบุญยังยิ้มเสมอ വാവ്, ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് മുകളിലേക്ക് ആ മലയുടെ മുകളിലെ ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ചന്ദ്രൻ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ രാത്രി ഈ വില്ലേജിൻ്റെ ഉള്ളിലൂടെ മറ്റേ നെറ്റിൻ്റെ മേലൊരു ടോർച്ചൊക്കെ കെട്ടിയിട്ട് രണ്ട് സൈഡിലും നല്ല ശുദ്ധമായ കാടാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ല, അതുപോലെ ശുദ്ധമായ കാടാണ്. ഈ കാട്ടിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അവിടെ കുറച്ച് ദൂരെയായിട്ടൊരു വീടുണ്ട്, അവിടേക്കാണ് പോകുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്ക്, കാട് കണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെ കാടാ. വല്ല പ്രേതം ഉണ്ടാവും. ഇത് കണ്ടോ, എന്ത് വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് രാത്രി. ഇപ്പം സമയം ഇവിടെ 10:30 11 ആവാനായി. ഈ ട്രാവൽ ഡേ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും സഞ്ചരിക്കണ്ടേ, രാവിലെ മാത്രം പകൽ കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയല്ല, ചെറിയ തോട്. വെള്ളമുണ്ട് കുറച്ച്, പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല രസമുണ്ട്. ഭ്രാന്തായാൽ എന്ത് സുഖം, അതാണിത്, വട്ട്. ആ കാടിൻ്റെ ശബ്ദം ഞാൻ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട്. എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ കരയുന്നുണ്ട്, കാട്ടിലുള്ള പക്ഷികളും. അയ്യോ, അങ്ങോട്ട് പോകുമ്പോൾ ലേശം പേടിയില്ലാണ്ടല്ല. ഇവിടെ എല്ലാം വെള്ളമുണ്ട്, മഴ പെയ്തിട്ട്. എൻ്റെ അമ്മോ, യക്ഷി എങ്ങാനും ഉണ്ടാവോ? അയ്യോ, പാലമരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. അയ്യോ, ആ ഒരു വീട്ടിലേക്ക് പോകണമെന്ന് ഇപ്പം എന്തിനാ എനിക്ക് തോന്നിയത്. അതുണ്ടോ വെള്ളം വീഴുന്ന ശബ്ദം. പ്രകൃതിനെ കാണാൻ ഇറങ്ങിയതാ രാത്രി 10 മണിക്ക് 10:30. ആഹാ, വേണ്ടായിരുന്നു, പകുതി വഴി വരികയും ചെയ്തു. എന്താ ചെയ്യാ, ഇപ്പം അങ്ങോട്ടും പോകണം. ആ, ഒരു വണ്ടി എന്തോ വരുന്നുണ്ട്. ആൾക്കാർ ഉറങ്ങിയിട്ടില്ല എന്തായാലും. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്.
അവർ വിചാരിക്കുന്നുണ്ടാവും ഈ ചങ്ങാതിക്ക് എന്തിൻ്റെ തകരാറാണ്. രാത്രി 10:30 വീഡിയോ ചെയ്യുന്ന ഞാൻ, ട്രാവൽ ഡേ നൈറ്റ്. എവിടെയെല്ലാം ചളിയാണല്ലോ. അയ്യോ, ഇത് അത്ര വലിയൊരു തീരുമാനം ആയിരുന്നില്ല, വേണ്ടായിരുന്നു. അവിടെ കണ്ടോ കാട്ടില് ചന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആഹാ, എന്ത് രസാ. രതി നദിയിൽ ജലതരംഗം നീല മുഴങ്ങി, നീറുമൻ പ്രാണനിൽ നീ ആശ തൻ തേനൊഴുക്കി, നീറുമൻ പ്രാണനിൽ നീ ആശ തൻ തേനൊഴുക്കി. ഇവിടെ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു ആട് വളർത്തുന്ന ഒരു ചെറിയ ഒരു വീട്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറച്ച് ആടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇതിനുള്ളിൽ ഇതേപോലെയുള്ള ഗ്രാമങ്ങളിൽ ഇവർ ആടിനെയും പശുവിനൊക്കെ നിറയെ വളർത്തുന്നുണ്ട്. ഇവർ ഇതേപോലെ മുളക് കൊണ്ട് അടിച്ചുണ്ടാക്കിയ കൂടുകളിലാണ് ആട്ടിനെ വളർത്തുന്നത്. ഇവിടെ ഒരു അമ്മയും 2 മക്കളും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട്. ഞാൻ ഈ വില്ലേജിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ കണ്ടതാ. ഇത് കണ്ടോ? ആഹാ, ചെറിയ കുട്ടികൾ കുറേ ഉണ്ട്. ചെറിയ ചെറിയ ആട്ടിൻ കുട്ടികൾ കുറേ എണ്ണം ഉണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ട് മൊത്തം. വില്ലേജിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോൾ ആടുകൾ കരയുന്നത് കേട്ടപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതാ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ 1710 ഒരു വണ്ടിയുണ്ട്, കണ്ടോ? ഇത് എത്ര വഴക്കുണ്ടാവും ഈ വണ്ടിക്ക്? ഇവിടെ ഒരു ഓണം ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ വെറും ആടുകൾ മാത്രമല്ല കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? പച്ചക്കറികൾ. ഇത് നോക്ക്, ഇതിൻ്റെ പേരെന്താണ്? മത്തനോ? അതല്ലേ ഇത്? എനിക്കിതിൻ്റെ പേരറിഞ്ഞൂടാ സത്യമായിട്ടും. ഇതെത്ര വലുതാണ് ഉണ്ടായത്. ഇത് നോക്ക്. ഓ മൈ ഗോഡ്, നിറയെ ഉണ്ടായിരിക്കുകയാണ്. ഇതിവരുടെ വീടാണ്. വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ, അതായത് കോലായിലെന്ന് പറയാം. ഇത് നോക്ക്, ഇത് എത്ര എണ്ണം ഉണ്ടായത്. വലുത് മത്തനല്ലേ ഇത്? ഇവരെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അറിയോ? ഇത് കണ്ടോ, ഇവിടെ താഴെയുണ്ട്. വാവ്, പപ്പായൊക്കെ, ചെറിയ പപ്പായ. ഇത് ഹൈബ്രിഡ് പപ്പായാണ്. അതിലുണ്ടായി വരുന്നുണ്ട്, കണ്ടോ? കാങ്ങിത് എവിടുന്ന് ഇതൊക്കെ കണ്ടിട്ട് പടച്ച് കളിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പാ എൻ്റെ അമ്മോ, ഇത് നോക്ക്, 10 കിലോ എന്തായാലും ഉണ്ടാവും അത് ഒരെണ്ണം. വാവ്, ഇവർ വേറെന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കട്ടെ. പൊളിച്ചു.
ഇത് നോക്ക്, എന്തൊരു വലിപ്പാണ്. ഞാൻ ഇതിനുള്ളിൽ വന്നിട്ട് അത്ഭുതപ്പെട്ടു. എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, നല്ല വലിപ്പമുണ്ട്. പക്ഷെ ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുണ്ട്, ഇതൊക്കെ എന്ത് വലിപ്പമുണ്ട്, ഇത് ഇനിയും ആയിട്ടില്ല, കട്ട് ചെയ്യാനൊന്നും ആയിട്ടില്ല, ഇതിപ്പോൾ സ്റ്റിൽ എന്താണ് അത്രേ, ഇനിയും കുറെ കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുള്ളൂ. അപ്പൊ എത്രത്തോളം വലുതാവായിരിക്കും അല്ലേ. നല്ല രസമുണ്ട്, സൂപ്പർ. ഇവിടെ ഒരു കർഷകൻ്റെ വീട്ടിൽ പശുക്കൾ ഒരു 10-18 പശുക്കളുണ്ട്. ഇതേപോലെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് പോലെ തന്നെ, വേറൊന്നുമില്ല, നമ്മുടെ കേരളം തന്നെ. ഇതൊക്കെ കർഷകർ ഉണ്ടോ, എവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ. അവിടെ ഏതാ ഒരു വീടുണ്ട്, അതിൻ്റെ ഇപ്പുറമായിട്ട് വേറെ ഒരു വീടുണ്ട്. കർഷകർ താമസിക്കുന്ന വില്ലേജ്. ഈ വില്ലേജിൽ കൂടുതലും കർഷകർ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാവരും കർഷകരാണെന്ന് തന്നെ പറയാം. എൻ്റെ പെരടിക്ക് ചെറിയൊരു ഇത് പറ്റി, നല്ല വേദനയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നുണ്ടോ, ഇത് നമ്മുടെ കോപ്പിൻ്റെ, അതായത് ഇടയ്ക്കൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാണ്. കോപ്പ് താമസിക്കുന്നതൊക്കെ വേറെ സൂറത്താനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവർക്ക് ഇവിടെ ഫാമുള്ളതുകൊണ്ട് ഇടയ്ക്ക് വരും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ കോപ്പിനെ. അപ്പോൾ ഈ ബാക്കിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ കോപ്പിൻ്റെ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ഗ്രാമങ്ങളിലെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇവർക്ക് എപ്പോഴെങ്കിലും ഇവിടെ ഈ ഫാമൊക്കെ വന്ന് കാണാനും നോക്കാനൊക്കെ ഉള്ള സമയത്ത് വരുമ്പോൾ 1-2 ദിവസം താമസിക്കാനുള്ള, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ താമസിക്കും. അതിനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് മാത്രമാണിത്. അത് കുക്കിങ്ങും ഒക്കെ ഒരു ടെമ്പററി സെറ്റപ്പ് എന്ന് പറയാം. ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കാനുള്ള ഒരു അതുണ്ടോ, ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ. എപ്പോഴെങ്കിലും വന്ന് താമസിക്കാൻ ഇതൊക്കെ മതിയല്ലോ. ഇപ്പൊ കോപ്പ് 2-3 ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകും. പിന്നെ മെയിനായിട്ട് ഇവരൊക്കെ ഇവിടെ താമസിക്കുക ഈ ഫ്രൂട്ടിന്റെ സീസൺ ആകുമ്പോൾ. അതിനിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ ആവുള്ളൂ. ഇവർക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ട്. അതിൽ ഇവിടെ അടുത്ത് ചെറിയൊരു സിറ്റി ഉണ്ട്. അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനോ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പാണിത്. ഉണ്ണിയുടെ ഫാമിൽ ഇതേപോലെയുള്ള ഇത് കണ്ടോ, ഇത് ഈ ഇല കണ്ടോ, ഇതൊരു കഞ്ചാവൊക്കെ പോലെയുള്ള ഒരു മരമാണ്. ഇത് പണ്ട് ഇവിടെ തായ്ലൻഡിൽ അലോഡ് ആയിരുന്നില്ല. ഇപ്പോൾ തായ്ലൻഡിൽ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം ഉണ്ണിയുടെ ഫാമാണ്. മേലേക്കൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇല പച്ചക്ക് കഴിക്കാം. ഇത് കണ്ടില്ലേ, ഇതിന് ഡ്രൈ ചെയ്യാതെ വിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ 50 ബാത്ത് കിട്ടും 1 കിലോയ്ക്ക്. ഇതിൻ്റെ ഇല ഇവരിത് എന്തിനൊക്കെ പല മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഇലയാണിത്. ഇതിപ്പോൾ ഡ്രൈ ചെയ്ത് ഇനിയും കുറച്ചുകൂടെ ഡ്രൈ ആവാനുണ്ട്. പുറത്ത് മഴ ആയതുകൊണ്ട് ഉള്ളിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഇതിന് 140 ബാത്ത് ഉണ്ട് 1 കിലോയ്ക്ക്. നമുക്ക് ഇന്ന് രണോങ്ങിൽ ഈ ബാംബു അതേപോലെ കുറേ കാര്യങ്ങൾ, അതായത് ഞാൻ അവിടെ നമ്മുടെ ഫാം ഹൗസിൽ 1-2 ഹട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, മെറ്റീരിയൽ അന്വേഷിച്ചിട്ട് ഇന്ന് രണോങ്ങിൽ പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയുടെ വീട്ടിലാണ് ഉള്ളത്. ഇന്നലെ വന്നതായിരുന്നു.
അപ്പം നോങ്ങും ലേക്കും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ. എന്നിട്ട് റെണോങ്ങിലെ മാർക്കറ്റിൽ പോയിട്ട് ഈ ബാംബുവിൻ്റെ ഒക്കെ പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മാക്സിമം ഫാസ്റ്റ് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തിങ്കിങ്ങിലാണുള്ളത്. അപ്പോൾ ഉണ്ണിയുടെ ഗാർഡനിൽ നിന്ന് നോങ്ങ് വന്നിട്ടുണ്ട്. നമ്മളിനി റെണോങ് മാർക്കറ്റിലേക്ക് പോകണം. അവിടെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഗാർഡനിലേക്ക് പോവാം. നോങ്ങ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുണ്ടോ ലേക്ക് അതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവര് കൃഷിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഉണ്ണിയുടെ ഗാർഡനിൽ നിന്ന് തന്ന വെജിറ്റബിൾസാ, ഗ്രീൻ വെജിറ്റബിൾസ് കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ ഗ്രോ ചെയ്യുന്നതാ. കുറെ അധികം വെജിറ്റബിൾസ് ഇവിടെ ഗ്രോ ചെയ്യുന്നുണ്ട് ഉണ്ണി. ഓക്കെ, ബൈ ബൈ.